ഇന്ന് രാവിലെ ലിവിംഗ് റൂമിൽ നടന്ന മീറ്റിംഗിനോടുള്ള ബന്ധത്തിൽ ക്യാപ്റ്റൻ ജിൻഡോ ജാസ്മിനെ കാലിൽ തൂക്കി നിലത്തടിക്കും എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ആ വീട്ടിൽ വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. വൈകിട്ട് അവിടെ കോടതി വിളിച്ചിരിക്കുകയാണ്. ആ കോടതിയിൽ വെച്ച് ഈ വിഷയത്തെക്കുറിച്ച് വാദിയും പ്രതിയുമൊക്കെ അവരവരുടെ ഭാഗങ്ങൾ നിരത്തുകയും സാക്ഷി പറയുകയും ഒക്കെ ചെയ്യേണ്ട അവസരങ്ങളാണ്. അങ്ങനെ ജിൻഡോ ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് ശിക്ഷ വിധിക്കും. അല്ല, ജാസ്മിൻ്റെ ഭാഗത്താണ് തെറ്റ് എങ്കിൽ ജാസ്മിന് ശിക്ഷ വിധിക്കും. ഇതാണ് പവർ ടീം വിധിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനം. എന്നാൽ ഈ കാലിൽ തൂക്കി നിലത്തടിക്കും എന്ന് പറഞ്ഞ ആ പ്രസ്താവനയോടുള്ള ബന്ധത്തിൽ പിന്നീട് പവർ ടീമുമായും ക്യാപ്റ്റനുമായും ആ വീട്ടിലുള്ള മിക്ക വ്യക്തികളുമായിട്ടും ചൂടൻ തർക്കങ്ങളും വാദങ്ങളും ഒക്കെ ജാസ്മിനും ഗബ്രിയും നടത്തിയിട്ടുണ്ട്. ജാസ്മിനെയും ഗബ്രിയെയും സപ്പോർട്ട് ചെയ്യുന്ന ചില ആൾക്കാർ ആ വീട്ടിനകത്തുണ്ട്. പ്രത്യേകിച്ച് അഭിഷേക്, ജയദീപ്, നോറയൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരല്ലെങ്കിൽ പോലും ജിൻഡോ ഇപ്പോൾ പറഞ്ഞ വാക്ക് അങ്ങേയറ്റം തെറ്റാണ് എന്ന് തന്നെ പറയുന്നവരാണ്. എന്നാൽ വൈകിട്ട് അവിടെ കോടതി വിളിക്കുന്ന സമയത്ത് എത്ര പേർ ജാസ്മിനെയും ഗബ്രിയും സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് കണ്ടറിയണം. ജിൻഡോ പറഞ്ഞത് തെറ്റാണ് എങ്കിൽ പോലും ജിൻഡോയെ തള്ളി പറയുവാൻ ആരെങ്കിലും തയ്യാറാകുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം വീട്ടിനകത്തുള്ള മിക്കവാറും എല്ലാ ആൾക്കാരും ഇവർക്കെതിരായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്നലെ അവിടെ നടന്ന ഓരോരോ പ്രകടനങ്ങളായിരുന്നു. ഗബ്രി ബോധരഹിതനായി നിലത്തു വീഴുന്നു. ജാസ്മിൻ വളരെയധികം മാനസികമായി തകർന്നൊരു ഭ്രാന്തിയെ പോലെ കിടന്ന് അലറിക്കൂവി നിലവിളിക്കുന്നു. കൺഫെഷൻ റൂമിലേക്ക് പോകുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞ് അവർ മടങ്ങി വരുന്നു. അവർ ഭക്ഷണം കഴിക്കാതെ തകർന്നിരിക്കുന്നു. ഇതൊക്കെ കണ്ടതാണ്. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും അവരുടെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മുഖമാണ് കാണുന്നത്. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തവരായി വളരെ കൂളായിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ വരെ എങ്ങനെയായിരുന്നു അതുപോലെ വളരെ ഫ്രീ ആയിട്ട് അവർ ഇടപഴകുകയും ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു എന്ന മട്ടിൽ അവർ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് കടുത്ത അസംതൃപ്തിയുമുണ്ട്. ഇന്നലെ സംഭവിച്ചത് മുഴുവൻ ഡ്രാമയായിരുന്നു. എത്ര പെട്ടെന്നാണ് അവർ സാധാരണ നിലയിലേക്ക് മടങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇത്യാദി നിലപാടുകളുമായിട്ട് കോർണർ ചർച്ചകൾ ഇവർക്കെതിരെ നടക്കുകയാണ്. ഏകദേശം ആ വീട്ടിൽ ഇവർ ഒറ്റപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് ആയിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ജിൻഡോയുടെ ഭാഗത്ത് നിൽക്കാനായിരിക്കും കൂടുതൽ ആൾക്കാരും താല്പര്യപ്പെടുക. പക്ഷേ പവർ ടീം ഇവർക്ക് കോടതി വിളിച്ചുകൂട്ടി വിചാരണ നടത്തുവാനുള്ള ഒരവസരം കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ജിൻഡോ അവിടെ വിസ്തരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. എന്നാൽ പവർ ടീം സമ്പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുന്നത് ജിൻഡോയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗാർഡൻ ഏരിയയിൽ ഒരു മൂലക്കിരുന്നു കൊണ്ട് ജിൻഡോയ്ക്ക് വേണ്ടി സിബിൻ കരുക്കൾ നീക്കി കൊടുക്കുകയാണ്. ജിൻഡോ പറയുന്നൊരു കാര്യമുണ്ട്, വൈകിട്ട് നമ്മൾ അവിടെ കോടതി വിളിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ ബലം പിടിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ ചെയ്തത് തെറ്റാണ്. അതിന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചു വന്നു കഴിയുമ്പോഴേക്കും നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് കൂടുതൽ ആൾക്കാർ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെയും പരിങ്ങലിലാകും. അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുന്നതാണ് നല്ലത്. അത് എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്, ആ സമയത്ത് ഞാൻ അങ്ങ് പറഞ്ഞു പോയതാണ്, അതിന് എന്ത് ശിക്ഷയാണോ തരാൻ ഉദ്ദേശിക്കുന്നത് ആ ശിക്ഷ ഞാൻ അങ്ങ് സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞാൽ ആ വിഷയം പെട്ടെന്ന് അവിടെ തീരും. അപ്പോൾ ഒരു ഫണ്ണായിട്ടുള്ള ശിക്ഷ ഞങ്ങൾ നിങ്ങൾക്ക് നൽകാം. ആ ശിക്ഷ അവരെ ഏറ്റെടുക്കുമോ അവർ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു വിഷയം കൂടിയാണ്. കാരണം ജാസ്മിനെ നിങ്ങളുടെ മോളിൽ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ 3 പുഷപ്പ് അടിക്കുക എന്നുള്ള ശിക്ഷയായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അങ്ങനൊരു ശിക്ഷ നിങ്ങൾക്ക് തന്നാൽ വലിയ ഫണ്ണായിരിക്കും. ഇത് ഒരുപക്ഷെ പ്രൊമോ പോലും പോകാനുള്ള സാധ്യതയാണ്. അതിനകത്ത് നിങ്ങൾക്കാണ് നേട്ടമുണ്ടാകുന്നത്. ആൾക്കാർക്ക് അറിയത്തില്ല ഇതെന്തായി കാണിക്കുന്നത്. നിങ്ങൾ ജാസ്മിനെ മുകളിലിരുത്തിക്കൊണ്ട് ഈ പുഷപ്പ് ചെയ്യുന്നത് ഒരു വൻ കോമഡി ആയിരിക്കും, നിങ്ങൾക്ക് അന്യായ റേഞ്ച് ആയിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരതിനെ കോമഡിയാക്കി മാറ്റുകയാണ്. ഇനി പറ്റില്ല, ജിൻഡോയുടെ മേളിൽ കയറാൻ പറ്റില്ല എന്ന് ജാസ്മിൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ മൂഞ്ചി, അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. നമ്മുടെ ശിക്ഷ ഇതാണ്, ഈ ശിക്ഷ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വഴിക്ക് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ അതിനകത്ത് അംഗീകരിക്കാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അവിടെ വാദമായി വിസ്താരമായി കാര്യങ്ങൾ വന്നാലുള്ള പ്രശ്നം. ഗബ്രിക്കും ജാസ്മിനും നല്ല ഒന്നാം തരമായിട്ട് സംസാരിക്കാൻ അറിയാവുന്നവരാണ്. അവർ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ക്യാമറ അവരുടെ മുഖത്തൊന്നും മാറില്ല, അവരെ തന്നെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് അത്രയും സംസാരിച്ച് ഫലിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ താഴെ വീഴാനുള്ള സാധ്യതയും അവിടെയുണ്ട്. ഒരു പക്ഷേ എല്ലാ ആൾക്കാരും നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ആരംഭത്തിൽ ഈ സീനിലേക്ക് എങ്ങും പോകാതെ ആരംഭത്തിൽ തന്നെ നിങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി, എനിക്കൊരു ചെറിയ തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. ഈ ശിക്ഷയും നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ വരികയുള്ളൂ. കാരണം നിങ്ങളാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. ഇതെല്ലാം കേട്ടിരുന്നിട്ടും ജിൻഡോ പറയുകയാണ്, എനിക്ക് വാദിക്കണം, എനിക്ക് കേസ് വാദിക്കണം. എൻ്റെ പൊന്നളിയ, കേസ് വാദിച്ചാൽ ആൾക്കാർ നിങ്ങൾക്ക് തെറ്റുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പെടുകല്ലേ, ആ സമയത്ത് നിങ്ങൾ ശിക്ഷിക്കപ്പെടുകല്ലേ, അന്നേരം ശിക്ഷ ഏറ്റെടുക്കണ്ടേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാരമില്ല, ആ ശിക്ഷ ഞാൻ ഏറ്റെടുത്തോളാം. എന്തായാലും കോമഡി ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നത്. ജാസ്മിനെ മുകളിൽ കിടത്തിക്കൊണ്ട് പുഷപ്പ് അടിക്കുക എന്നുള്ള ശിക്ഷയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്ന് പ്രതിയോട് പവർ ടീം നേരത്തെ തന്നെ തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.